എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിംഗ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 360 ഡിഗ്രി ക്യാമറകൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത്തരം ക്യാമറകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് വണ്ടിയുടെ ചുറ്റും കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാം. പ്രത്യേകിച്ചും പാർക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. അത്തരം ക്യാമറകളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് റിവ്യൂ ചാനലായ സ്പെഷ്യലായി ബൈ സജീഷ് ഗോവിന്ദൻ എന്ന ചാനലിലാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ റോഡിൽ നിന്ന് ഡ്രൈവ് ചെയ്തൊരു ടീ റോഡിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ നോർമലി ഡ്രൈവ് ചെയ്യുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങളെ കണ്ട് മനസ്സിലാക്കുക. അതിനു മുന്നേ മറ്റൊരു കാര്യം പറയാനുള്ളത്, 1 മിനിറ്റിൽ താഴെയുള്ള ഷോർട്ട് ഡ്രൈവിംഗ് ടിപ്സൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സജീഷ് ഗോവിന്ദൻ എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ഫിലിംസും ട്രാവൽ വ്ളോഗ്സൊക്കെ നിങ്ങൾ കാണുക. ഈ ജേണി വിത്ത് സജീഷ് ഗോവിന്ദൻ എന്ന യൂട്യൂബ് ചാനലിലാണ് അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സമയം പോലെ കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇവിടെ നിങ്ങൾ നോക്കുക, എൻ്റെ വണ്ടി ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും മുന്നോട്ടേക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. വീതി കുറഞ്ഞ റോഡാണ്. എന്നിട്ട് ഇതാ ഈ ഒരു ടാറിംഗ് റോഡിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഇത് ഏകദേശം ഒരു ടീ റോഡ് പോലെയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നിന്ന് ടേൺ ചെയ്യുമ്പോൾ ഡയറക്റ്റ് 90 ഡിഗ്രി അല്ല ആവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റോഡുകളിൽ നമ്മൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ടേൺ ചെയ്യേണ്ടത് അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സാധാരണ നമ്മൾ ടീ റോഡുകൾ പറയുന്ന രീതിയിലല്ല ഇവിടെ ടേൺ ചെയ്യേണ്ടത്. ഇവിടെ വീതി വളരെ കുറവാണ്. അതേപോലെ തന്നെ ഇത് കറക്റ്റ് 90 ഡിഗ്രി അല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്തരം റോഡുകളിൽ നിങ്ങൾ ടേൺ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. തിരക്കുള്ള റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ 90 ഡിഗ്രി ടേണൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പറയും നമ്മളുടെ ഷോൾഡർ ലെവലിന് ഈ ഒരു പോയിന്റ് വരുന്ന സമയത്ത് നമ്മൾ സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് ഒരു റൗണ്ട് തിരിക്കണം. തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നീട് വേണമെങ്കിൽ സ്റ്റിയറിംഗ് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വണ്ടി കൊണ്ടുപോകുന്നത്. അത് നിങ്ങൾ എങ്ങനെയെന്ന് നോക്കുക. ഞാനിപ്പോൾ പ്രാക്ടിക്കലി ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും എങ്ങനെയാണ് ടേൺ ചെയ്യുന്നതെന്ന്. ഇത്തരം റോഡുകളിൽ ടേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് 90 ഡിഗ്രി ടേണിനെക്കാട്ടിയും എളുപ്പമാണ്. ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ആക്ച്വലി തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഇനി തിരക്കുള്ള റോഡുകളിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതേ പ്രൊസീജിയർ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ വണ്ടിയുടെ അകത്ത് കയറുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിർബന്ധമായിട്ടും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ഒരു കാരണവശാലും ഡ്രൈവ് ചെയ്ത് പോകരുത്. ഇത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്നും ഇപ്പോൾ പതിയെ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ഇപ്പോൾ വണ്ടിയുടെ ടയർ സ്ട്രെയിറ്റ് ആയിട്ടാണുള്ളത്. നമ്മൾ നേരെ മുന്നോട്ടേക്ക് പോകുന്നു. ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാഫ് റൗണ്ട് സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കണം. ഇവിടെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിററിൻ്റെ ബോഡിയാണ്. ഈ ബോഡി കറക്റ്റ് പോയിന്റിലേക്ക് എത്തിയോ നിങ്ങൾ നോക്കുക. അതായത് നമ്മുടെ അവിടെ പില്ലറോ അല്ലെങ്കിൽ മതിലിൻ്റെ ഭാഗമൊക്കെ ഉണ്ടാവും. അവിടെ നിന്നും ഒരു ഹാഫ് റൗണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ടാണ് നമ്മൾ വണ്ടി പതിയെ മുന്നോട്ടേക്ക് എടുക്കുന്നത്. പിന്നീട് കയറി കഴിയുമ്പോൾ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കുകയും ചെയ്യും. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. കറക്റ്റ് 90 ഡിഗ്രി ടേൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡർ ലെവൽ ആ ഒരു പോയിന്റിന് കറക്റ്റായിട്ടാകുമ്പോൾ പില്ലറോ അല്ലെങ്കിൽ പോസ്റ്റോ എന്തെങ്കിലും അവിടെ ഉണ്ടാവും. അതിന് കറക്റ്റായിട്ടാകുമ്പോൾ ഫുള്ളായിട്ട് ഒരു റൗണ്ട് തിരിക്കാനാണ് പറയുന്നത്. പക്ഷേ ഇവിടെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇത് 90 ഡിഗ്രി ഇല്ല ടേൺ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വീഡിയോ കാണുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും. എന്നാലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക്